ഇത് വെള്ളിയാഴ്ച മോർണിംഗത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാനേ വെള്ളിയാഴ്ച കുറച്ച് നേരത്തെ നീച്ചിട്ടോ ഒരു 5 മണി 4:45 ആകുമ്പോൾ അത് നിസ്കരിച്ചിട്ട് കിടക്കലാണ്. പിന്നെ ഒരു 7 മണി 7:15 ആകുമ്പോഴാണ് നീക്കല്. കാരണം അന്ന് മാത്രമേ നമുക്ക് കുറച്ച് ടൈം ഉറങ്ങാൻ കിട്ടുള്ളൂ. രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ബാജിക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കണത്. ഞങ്ങൾ അതിന് സ്റ്റൂ എന്നും പറയും. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കിഴങ്ങ് പുഴുങ്ങാൻ വെക്കുകയാണ് കേട്ടോ. 2-3 വിസിൽ അടുപ്പിച്ചെടുക്കണം. ഞാൻ നടു കട്ട് ചെയ്തത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ റേഷൻ പീടിയിൽ നിന്ന് കിട്ടുന്ന ഈ ചപ്പാത്തിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ പൂരി ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് റവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചപ്പാത്തിപ്പൊടി വെച്ചിട്ടുള്ള പൂരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. മൈദ വെച്ചിട്ടുള്ളത് അപേക്ഷിച്ച് ഇതാണ് ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം കുഴച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. പൂരി ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ലല്ലേ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മളെ ബാജിക്കറിക്കില്ല ഉള്ളിയും പച്ചമുളകൊക്കെ കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു തമിഴ്നാടൻ സ്റ്റൈൽ ബാജിക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പുഴുങ്ങി വെച്ച കിഴങ്ങ് നല്ലോണം വെന്ത് വന്നിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഞാൻ കുക്കർ വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തേക്കണേ. അതിലേക്ക് കടുകും ഉഴുന്നും കൂടി പൊട്ടിച്ചെടുത്തേക്കണം. ഈ ഒരു ബാജിക്കറിക്ക് ഇങ്ങനെ കുഞ്ഞു ഉള്ളി അരിയണതാണ് ടേസ്റ്റ്. എന്നാലേ പെട്ടെന്ന് വാടി കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു രീതിക്ക് നിങ്ങൾ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടേക്ക് ഞാൻ പശുമ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് പശുമ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിക്കണം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ മാവ് കുഴച്ച് മാറ്റി വെച്ചതുകൊണ്ട് തന്നെ ഇത് നല്ല പപ്പടം പോലെ പൊള്ളച്ച് വന്നിക്കണം കേട്ടോ. റവ കൂടി ചേർക്കണോണ്ട് ഈ പൂരിക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഇക്കാരം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ചായയും കൂടി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇവിടെ ഒന്നും പാൽ ചായയാണ് പതിവ്. അപ്പോൾ നമ്മളെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചായ എടുക്കട്ടെ. നല്ല പൂരിയും ബാജിക്കറിയും നല്ല പാൽച്ചായയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ഇൻഷാ അല്ലാ.